ഹലോ മച്ചാന്മാരെ, നമസ്കാരം. ടെക് ഇൻഫോ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. എങ്ങനെ നമ്മുടെ ഫോട്ടോയിൽ ഒരു കിടിലൻ ഗ്ലോവിങ് ടെക്സ്റ്റ് ആഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ഫോട്ടോസിൽ പലതരത്തിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാറുണ്ട്. എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടാകും, ഇനിയും നമ്മൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഗ്ലോവിങ് എഫക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിക്ചറിനെ അത് കൂടുതൽ ഭംഗിയുള്ളതാകും. അത്തരത്തിൽ എങ്ങനെ കിടിലൻ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റിംഗ് ആണിത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എഡിറ്റിങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത്. ടെക് ഇൻഫോ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പിക്സാർട്ടാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയറാണിത്. നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോട്ടോ കുറച്ച് ഡാർക്ക് ആയിരിക്കണം. അതായത് ഒരു നൈറ്റ് ടൈമിലൊക്കെ ഷൂട്ട് ചെയ്ത ടൈപ്പ് ഫോട്ടോസ് ആയിരിക്കണം. നമ്മളൊരു ഗ്ലോവിങ് എഫക്റ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റുള്ള ഫോട്ടോ ആണെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് അത്രയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ള ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് വേണ്ടുന്ന ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കരുത്. താഴെയായിട്ട് നിങ്ങൾക്ക് ഷാഡോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ ഒരു ഷാഡോ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന കളർ വൈറ്റ് ആണ്. അതിനുശേഷം നമുക്ക് ഒപ്പാസിറ്റിയും ബ്ലറും ഒക്കെ ആഡ് ചെയ്ത് അതിനെ ഒരു ഗ്ലോവിങ് എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു 3D ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓക്കെ ബട്ടൺ ഇപ്പോഴേ അടിക്കരുത്. ഇത് കഴിഞ്ഞിട്ട് മുകളിലായിട്ട് നമുക്കൊരു എറേസർ ടൂൾ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ടെക്സ്റ്റ് ഒരു 3D എഫക്റ്റ് വരുത്താൻ വേണ്ടി നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബാക്കിലോട്ടാക്കണം. അതിനുവേണ്ടി നമ്മുടെ സബ്ജക്റ്റുള്ള ഭാഗത്തെ ടെക്സ്റ്റ് നമ്മളൊന്ന് മായ്ച്ച് കളയുകയാണ്. അപ്പോൾ മാക്സിമം സൂം ഇൻ ചെയ്തിട്ട് ആക്യുറേറ്റായിട്ട് തന്നെ അത് മായ്ച്ച് കളയുക. നിങ്ങൾക്കത് മായ്ച്ച് കളയാനായിട്ട് ഇവിടെ താഴെയുള്ള ബ്രഷ് ടൂളും എറേസർ ടൂളും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാം. ആക്യുറേറ്റായിട്ട് തന്നെ എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഗ്ലോവിങ് ടെക്സ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കുക എന്നുള്ളതാണ്. അതായത് ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് വരുന്ന ഗ്ലോ താഴേക്കും സൈഡിലേക്കും എല്ലാം അടിക്കണം. അതാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് താഴെ തന്നെയുള്ളൊരു ഓപ്ഷനിൽ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ബ്രൈറ്റ്നസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മേലായിട്ട് ഒരു എറേസർ ടൂൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻവേർട്ട് ചെയ്യുക. ഇൻവേർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ആ ഗ്ലോ വരേണ്ട ഭാഗം ഒന്ന് ജസ്റ്റായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ആ വരച്ചു കൊടുക്കുന്ന ഭാഗത്തെല്ലാം ആ ഒരു ഫോട്ടോയുടെ ഗ്ലോ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത്. മറ്റൊരു കിടിലൻ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.